ഹലോ, ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് അറിയാലോ. എൻ്റെ സ്പെഷ്യൽ മീൻ മാർക്കറ്റിലേക്ക് പോകലാണ് കേട്ടോ. അങ്ങ് മീൻ മാർക്കറ്റിലോട്ട് പോയിട്ട് മീൻ അങ്ങ് വാങ്ങലാണ്. അങ്ങനെ മീനൊക്കെ വാങ്ങി ക്ലീൻ ചെയ്യണ ഭാഗത്തോട്ട് വന്ന് അങ്ങനെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്നെ എന്തോരം വെയിലാണെന്നറിയോ, ഭയങ്കര വെയിലാണ് കേട്ടോ. വെയിലൊന്നും ഇക്കാക്ക് വെയിലൊന്നും ഒരു പ്രശ്നമില്ല. ഈ നാട്ടുകാർക്ക് പൊതുവെ വെയിൽ പ്രശ്നമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര വെയിൽ പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ വീട്ടിലോട്ട് വന്ന് ഞാൻ അങ്ങനെ വത്തക്കനെ അങ്ങ് മുറിച്ച് അത് കട്ട് ചെയ്തിട്ടോ. അങ്ങനെ വെയിൽ കൊണ്ട് വാടി വന്ന ടൈമാണ് കേട്ടോ. ഇനി എന്തെല്ലോ പണികളുണ്ട് എൻ്റെ പൊന്നേ. അങ്ങനെ അത് കട്ട് ചെയ്തെങ്ങാണ്ട് അതിലോട്ട് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ബാലൻസിൽ അങ്ങനെ കഴിക്കാൻ എന്തോരം ടേസ്റ്റ് ആയിരിക്കും എൻ്റെ പൊന്നെ. നിങ്ങളൊക്കെ ഒന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. എൻ്റെ ടേസ്റ്റിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും പനിയും ജലദോഷം അതും ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് ഇത് കഴിക്കാതിരുന്നാൽ ശരിയാകുമോ? ഇത് അങ്ങ് കേടൊന്നും പോവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതങ്ങനെ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും, എല്ലാവർക്കും ജലദോഷം പനിയല്ലേ, അപ്പോൾ കുരുമുളക് നല്ലൊരു ഇതല്ലേ. അങ്ങനെ ബാലൻസ് കുരുമുളകിനെയും കൊണ്ട് അങ്ങ് കൊണ്ട് അടിപൊളി ടേസ്റ്റാണ് എൻ്റെ പൊന്നേ. ഒന്ന് കഴിച്ചു നോക്കി കേട്ടില്ലേ, എൻ്റെ ടേസ്റ്റിൽ ഒന്ന് കഴിച്ചു നോക്കി. അങ്ങനെ ഞാൻ ഇത് കുറച്ച് അങ്ങനെ ഞാനും കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. കഴിക്കണ കാര്യത്തിൽ നമ്മൾ പറയണ്ടല്ലോ, ഡേറ്റൊന്നും നോക്കില്ല കേട്ടോ, അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇക്കാക്കും മക്കൾക്കും അങ്ങ് കൊണ്ടു കൊടുത്തു. മക്കൾക്ക് ഭയങ്കര പനിയാണ് കേട്ടോ. ഒരാളെ പനി, ചെറിയാളെ പനി വലിയ ആൾക്കും പകർന്ന് എൻ്റെ പൊന്നെ. അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് കഴിച്ചു. ഹായ് ഹായ് ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖം, സമാധാനം എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സൺഡേ അല്ലേ. സൺഡേ ആകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അസുഖം പിടിച്ച് കിടക്കണം കേട്ടോ. മോനങ്ങ് പനി കൊടുന്ന് മോൾക്ക് കൊടുത്ത്, മോൾക്ക് ഇപ്പോൾ പനിയാണ് കേട്ടോ. പനിക്കാൻ കാരണങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ മോൻ്റെ പനി കുറച്ച് കുറവുണ്ട്, നല്ല ജലദോഷം അങ്ങ് വിട്ടിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് ആ തൊണ്ടവേദനയും പനിയും ജലദോഷം ഒക്കെ പോകാൻ ഹോസ്പിറ്റലിലത്തെ മരുന്നും അപ്പോൾ ഈ ഒരു മരുന്നും കൂടി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഈ മരുന്ന് എന്താണെന്നറിയോ? ഞണ്ടാണ് കേട്ടോ, നല്ല ഞണ്ടാണ് തന്നെ. അപ്പോൾ ഞണ്ടും കൊണ്ടൊരു ഗ്രേവി ഉണ്ടാക്കുക. എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വിശേഷങ്ങൾ എന്തൊക്കെ ഉണ്ട്? സുഖമല്ലേ? സൺഡേ ആയിട്ട് എന്താ, പുറത്താണോ ഉള്ളിലാണോ? ഞങ്ങളൊന്നും ഉള്ളിലാണ് കേട്ടോ. മൊത്തത്തിൽ എല്ലാവർക്കും പനി പിടിച്ച് കിടക്കുകയാണ്. മൊത്തത്തിൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മോൾക്കും കേട്ടോ പനി പിടിച്ചിരിക്കുകയാണ്. മോൻ്റെ പനി കുറവുണ്ട്, ഹോസ്പിറ്റലിൽ പോയി. മോൾക്കിപ്പോൾ മോൾക്ക് കൊടുത്തു. ഇനി മോളെ മാറുമ്പോൾ എനിക്കായിരിക്കും. എൻ്റെ റബ്ബേ കാക്കട്ടെ, പനിയില്ലാതിരിക്കട്ടെ കേട്ടോ. അപ്പൊ എൻ്റെ സ്റ്റൈലിൽ ഈ ഞണ്ടും കൊണ്ടൊരു കുരുമുളക് ഇട്ടിട്ട് വെക്കലുണ്ട്. അത് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഈ വന്നിക്കണേ കേട്ടോ. അപ്പൊ അതെങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ചട്ടിയടുപ്പത്ത് വെച്ചു. അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. എൻ്റെ പൊന്നെ, എൻ്റെ സ്വരമൊക്കെ പൊയ്ക്കുന്നു കേട്ടോ. ചെറിയുള്ളി നന്നായിട്ട് സ്ലൈസായിട്ട് ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടുക കേട്ടോ. എൻ്റെ സൗണ്ടിന് എന്താണെന്നാ ഒരു സൗണ്ട് മാറ്റം വന്നിക്കണം എൻ്റെ പൊന്നെ. ഇനിയിപ്പോൾ എൻ്റെ സൗണ്ടും കൊണ്ടായിരിക്കും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകും എൻ്റെ പൊന്നെ. അപ്പോഴേക്കും അപ്പുറത്തെ അടുപ്പിലുള്ള മീൻ അങ്ങ് പൊരിഞ്ഞു കേട്ടോ. ആ പൊരിഞ്ഞീന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുത്തു. അപ്പോഴേക്കും ഇതും തന്നെ അങ്ങ് ഇളക്കി കൊടുത്തുട്ടോ. ഇളക്കേണ്ട കാര്യത്തിൽ നമ്മളോട് പറയണ്ടല്ലോ, അധികം ഇളക്കലിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ അത് സെറ്റായി എൻ്റെ പൊന്നെ വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. 2 തക്കാളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോഴേക്കും അപ്പുറത്തെ പൊരിഞ്ഞ് സെറ്റായി അതങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ തക്കാളി ഇട്ട് അടിച്ച് വെച്ചു. അത് എങ്ങനെ നല്ല വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മുളകും പൊടി കേട്ടോ. ഒരു പേരിന് മാത്രം മുളകും പൊടി ഇട്ടാൽ മതി. മുളകും പൊടി കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. 1/4 ടീസ്പൂൺ കേട്ടോ. കാലും ഇല്ല, കുറേ സകല ഞാൻ എടുത്തിട്ടില്ല. മെയിൻ എനിക്ക് ഇതിലോട്ട് കുരുമുളകാണ് കേട്ടോ. അങ്ങനെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി തോനമാണെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് കേട്ടോ മുളകും പൊടി കുറച്ചിട്ടിട്ടുള്ളത്. അങ്ങനെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി,
അങ്ങനെ അതിനെയൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. ഗരം മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് അതിന് നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ പച്ചമണം പോയിട്ടുണ്ടോ, നല്ല പച്ചമണം പോയി. ഇതൊക്കെ നമ്മൾ ഈ നെണ്ടിനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇളക്കേണ്ട കാര്യത്തിൽ പറയണ്ടല്ലോ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ഒന്ന് സൺഡേ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. സൺഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും തൊണ്ട അങ്ങ് കെട്ടിക്കിടക്കണം. അപ്പോൾ ഈ കുരുമുളകും കൊണ്ട് ഈ ഞണ്ട് കഴിച്ചാൽ, ഞണ്ട് സൂപ്പ് വെച്ച് കഴിച്ചാൽ അങ്ങ് അസുഖങ്ങളൊക്കെ അങ്ങ് പരന്നു പോകും കേട്ടോ. പറന്നു പോകും, പരന്ന്. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫുഡിന് സ്പെഷ്യല്. അങ്ങനെ എൻ്റെ പൊന്നെ ഞണ്ടി ഗ്രേവി അങ്ങ് സെറ്റായി കേട്ടോ. സെറ്റായി അതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഉണ്ട്, അതും കൂടി തൂവി കൊടുക്കുക കേട്ടോ. മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് തൂവി കൊടുത്തു അതിൻ്റെ മേലെ. അങ്ങനെ അതൊക്കെ സെറ്റായി ചോറെടുത്തു. ചോറിൽ കുറച്ച് നല്ല മീൻ കറി ഒഴിച്ചു കേട്ടോ. എൻ്റെ മീൻ കറിയുടെ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ മീൻ കറി ഒഴിച്ചു. അങ്ങനെ നമ്മൾ ഞണ്ടി ഗ്രേവി അതും കൂടി ഒഴിച്ചിട്ടോ. കുരുമുളക് ഇട്ട് അടിപൊളി ടേസ്റ്റാണ് എൻ്റെ പൊന്നെ. വായിലും മൂക്കിലൊക്കെ വെള്ളം വരും കേട്ടോ. അങ്ങനെ മീൻ പൊരിച്ചെടുത്തു. അങ്ങനെ ഒരു പപ്പടം ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ സൺഡേ സ്പെഷ്യൽ. അപ്പോൾ ഇങ്ങനെ ഒരു പിടി പിടിക്കട്ടെ ഞാൻ പോയിട്ട്. അപ്പോൾ വെറുപ്പുള്ള സാധനത്തിനൊക്കെ ഇഷ്ടപ്പെടും പറയണില്ലേ. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വെറുപ്പുള്ളവരും ഉണ്ട്, കുറേ ഇഷ്ടപ്പെടുന്നവരും കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് പറയണം, വെറുപ്പുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടില്ല എന്നാ. ഈ ഒരു സാധനത്തിന് വെറുപ്പിൻ്റെ വെറുപ്പായിരുന്നു കേട്ടോ. അറപ്പായിരുന്നു, അറപ്പ്. കാണുമ്പോൾ തന്നെ ഒരു അറപ്പായിരുന്നു. ഇപ്പം ഈ ഒരു സാധനമാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. അപ്പോൾ ഇതിന്ന് സൂപ്പ് ഉണ്ടാക്കി മോൾക്കും മോനക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അവർക്ക് ഭയങ്കര ഇത്രയും ഒരു വിറ്റമിൻസ് ഈ ഞണ്ടിൽ അടങ്ങിയിരിപ്പുണ്ട് എന്ന് എനിക്ക് ഒരിക്കലും അറിയില്ല. ജലദോഷം, ചുമ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, പനിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറിക്കിട്ടുന്നു ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചിട്ട് അങ്ങ് ഉറങ്ങും ഒരു മിനിറ്റ് എന്ന് എവിടെയും പോണില്ല കേട്ടോ എൻ്റെ മുന്നേ. അപ്പോൾ ഇതാണ് കേട്ടോ സ്പെഷ്യൽ. ഇതാണ് ഞണ്ട് കറി, ഞണ്ട് ഗ്രേവി, മീൻ പൊരിച്ചത്, പപ്പടം, മീൻ കറി ഒഴിച്ചിട്ട് നല്ലോണം ചാറ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ റെസിപ്പി അതേമാതിരി ഒന്ന് വെച്ച് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. ഇതാണ് അതിൻ്റെ കാല് കേട്ടോ. നമ്മളങ്ങനെ കടിക്കാൻ വരില്ല, കാലല്ല കൈ. അപ്പം ഞാനിതെല്ലാം ഒന്ന് കടിച്ച് മുറിച്ച് കഴിക്കട്ടെ എൻ്റെ പൊന്നെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.